5 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിന് 2025 അർഹരായത് വൈഭവ് സൂര്യവംശി, ദിനിതി ദേശിംഗു, ലക്ഷ്മി പ്രഗ്നികാരൊക്കെയാണ്. വൈഭവ് സൂര്യവംശി, ദിനിതി ദേശിംഗു, ലക്ഷ്മി പ്രഗ്നിക. വൈഭവ് സൂര്യവംശി ക്രിക്കറ്റ് താരമാണ്. ദിനിതി ദേശിംഗു നീന്തൽ താരമാണ്. ലക്ഷ്മി പ്രഗ്നിക ചെസ് താരമാണ്. 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളമാണ്. പുരസ്കാരം നൽകുന്നത് ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലെയ്ഷറാണ് നൽകുന്നത്. 2025 ഡിസംബറിൽ എത്തോപ്യയുടെ പരമോന്നത ബഹുമതിക്ക് അർഹനായത് നരേന്ദ്രമോദി. എത്തോപ്യയുടെ പരമോന്നത ബഹുമതി ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്തോപ്യതാണ്. ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്തോപ്യയാണ് ലഭിച്ചത്. സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡ് 2025 വൻകിട ഊർജ്ജ ഉപയോഗങ്ങളുടെ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹരായത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ 2025 നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് തുടർച്ചയായിട്ട് 4ാം തവണയാണ് ഈ പുരസ്കാരം കരസ്ഥമാക്കുന്നത് കേട്ടോ. 2025 ടൈം പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് AI ശില്പികളാണ്. മനുഷ്യകുലത്തെ പരിവർത്തനപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടി പ്രവർത്തിച്ച US ടെക് ഭീമന്മാരെയാണ് ഇതിലൂടെ ടൈം മാഗസിൻ ഉയർത്തിക്കാട്ടിയത് എന്ന് പറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ഉയർന്ന പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയത് സുപ്രിയ സാഹുവാണ്. തമിഴ്നാട് സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സുപ്രിയ സാഹു. നേട്ടങ്ങൾ: കാലാവസ്ഥാ ഇടപെടലുകളിലൂടെ 25 ലക്ഷം ഹരിത തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്നതാണ്.